എമ്പുരാൻ എമ്പുരാനെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും സിനിമ വിട്ട് വേറൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില ഓൺലൈൻ ചാനലുകാരൊക്കെ മറുനാടനൊക്കെ എന്തൊക്കെയാണോ പറയണമെന്നുള്ളത് ഞാൻ ആലോചിക്കുക, ഇത് ഈ സിനിമ തന്നെയാണ് ഞാൻ കണ്ടെന്നവരെ ചിന്തിച്ചു പോയി. പക്ഷേ അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അത് അഖിൽമാരാരുടെ ഒരു കുറിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ അഖിൽമാരാരുടെ ഒരു കുറിപ്പും കൂടി കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, അത് കുറേയൊക്കെ ഞാൻ ചിന്തിച്ച കാര്യങ്ങളാണോ എന്നുള്ളത്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അതിൽ ഞാൻ ചിന്തിച്ച കാര്യങ്ങളുണ്ട്, അല്ലാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ എന്താണെന്ന് ഒന്ന് കേൾക്കാം. അഖിൽമാരാർ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. സിനിമ ഇറങ്ങും മുമ്പ് വലിയ ഹൈപ്പ് സൃഷ്ടിച്ച് കൊണ്ടുണ്ടായ ടിക്കറ്റ് ബുക്കിംഗ് എന്തായാലും കേരളത്തിലെ എല്ലാ ലാലേട്ടൻ ഫാൻസും ടിക്കറ്റ് എടു എടുത്ത ലാലേട്ടൻ ഫാൻസിൽ വലിയൊരു വിഭാഗം സംഘ അനുകൂലികൾ ഉണ്ടെന്നുള്ളത് സത്യമാണ്, സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. മമ്മൂക്ക ഫാൻസ് സത്യത്തിൽ അവരും ലാലേട്ടൻ്റെ സിനിമ നല്ലതാണെങ്കിൽ ആസ്വദിക്കും. പ്യുവറായിട്ടുള്ള ഫാൻസിനെ പറ്റിയാണ് കൂടുതൽ ഈ പറഞ്ഞിരിക്കണേ. എന്നാൽ ഈ സിനിമ വിജയിച്ചാൽ കേരളത്തിൽ ആദ്യം കുരുപൊട്ടുന്നതും മീഡിയ മുക്കാലും സുഡാപ്പികൾക്കും ആയിരിക്കും. സത്യമാണ്. ഈ മീഡിയ മുക്കാൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഉടായിപ്പ് ചാനൽ, അവരുടെ ഉദ്ദേശങ്ങളും അവർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ കാര്യങ്ങളും നമുക്കറിയാം. അവർ വെറുതെ പുറമേ കാര്യങ്ങൾ ചിലതിനൊക്കെ വെച്ച് ആൾക്കാരെ കൂട്ടുക, ചില നല്ല കഥകളൊക്കെ വെച്ചിട്ട് നല്ല വീഡിയോ ഒക്കെ വെച്ച് റീച്ച് ഉണ്ടാക്കി കുറേ ആൾക്കാരെ അവരിലേക്ക് എത്തിക്കുക, എന്നിട്ട് അവരുടെ ആശയങ്ങൾ കുത്തിക്കയറ്റുക. ഇതാണ് ഉദ്ദേശം. നമുക്കറിയാം ആ ചാനൽ എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് തലയിൽ ആൾ താമസമുള്ളവർക്ക് മനസ്സിലാകും. ഓക്കെ, അവർ പല രാജ്യത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ രാജ്യത്തും അവരുടെ അജണ്ടകൾ എന്നാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടതാണ്. ഒരു കാര്യം കൂടി പറയാം, കേരളത്തിലെ നല്ലൊരു ശതമാനം മുസ്ലിം വിശ്വാസികൾ അവരെ അകറ്റിയാണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി മോഹൻലാൽ എന്ന നടനെ തകർക്കാൻ നോക്കിയിരുന്ന ഈ രണ്ട് കൂട്ടർക്കും എമ്പുരാൻ്റെ വിജയം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. മോഹൻലാലിനെ ഏതൊക്കെ തരത്തിൽ ചൊറിയാവോ, മോഹൻലാലിനെ മാത്രമൊന്നുമല്ല, ഉണ്ണിമൂന്തൻ, ഇവൻ അഖിൽമാരാരെ പോലും അവരെന്തൊക്കെ തരത്തിൽ ചൊറിയാൻ നോക്കിയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. ഇവരെന്താണ് ഉദ്ദേശിക്കണം എന്നുള്ളത് ഇവരുടെ തലക്കെട്ട്, ഇവരുടെ ചർച്ചകൾ കാണുമ്പോൾ അറിയാം. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ആൾ വേണം, എങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇവർക്ക് പലതും വിട്ട് പറയാൻ പറ്റുന്നില്ല. പക്ഷേ അവർ ചെറിയ ചെറിയ ലിങ്കുകൾ വെച്ചിട്ട് ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അഖിൽമാരെ പറഞ്ഞിരിക്കുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രീ ബുക്കിങ്ങിൽ അവർ വളരെ അസ്വസ്ഥരാണ്. സത്യമാണ്. ഇവരുടെ ചർച്ചകൾ കഴിഞ്ഞ വേണ്ടായിരുന്നു. ഇവരുടെ പ്രീ ബുക്കിംഗ് ഇത്രയും വന്നല്ലോ, ഏകദേശം 62 കോടിക്ക് മേലെ വന്നപ്പോൾ തന്നെ ഇവർ അസ്വസ്ഥരാണ്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അവിടെയാണ് പൃഥ്വിരാജിൻ്റെ ബുദ്ധി. ഇനിയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ വരുന്നത്. ഇപ്പം ഇത്രയും പറഞ്ഞതിൽ അഖിൽമാരാരുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇതിനകത്ത് ആദ്യം വന്ന കാര്യങ്ങളൊക്കെ. ഇനി ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. പൃഥ്വിരാജിൻ്റെ ബുദ്ധി ഞാൻ ശരിക്കും ആലോചിച്ചിട്ടുണ്ട്. ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു സ്റ്റോറിയാണ് കാണിക്കുന്നത്. ആ സ്റ്റോറിയുടെ ബേസിൽ തന്നെയാണ് ഇത് ക്ലൈമാക്സിലായിട്ട് വരുന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ്, അതായത് ഗുജറാത്തിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ്, ഒരു വംശീയമായിട്ടുള്ള ഒരു പ്രക്ഷോഭം, അതിൻ്റെ ശരിക്കുള്ള റീസൺ അവരെ കാണിച്ചിട്ടില്ല. ഈ റീസൺ അറിയാത്ത കൊണ്ടല്ല അവിടെ കാണിക്കാത്തത്. മുരളി ഗോപിക്കും പൃഥ്വിരാജിനും എല്ലാ ആൾക്കാർക്കും അറിയാം. അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ലാലേട്ടനും അറിയാം. എല്ലാ ആൾക്കാർക്കും അറിയാം സംഭവം എന്താണെന്നുള്ളത്. അവരതിൽ അവിടെ കാണിച്ചിട്ടില്ല. ലാലേട്ടൻ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്ന് പൃഥ്വിയോടോ അല്ലെങ്കിൽ മുരളിയോടോ ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലാലേട്ടൻ എന്തായാലും അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് വരുന്നത്, ടിക്കറ്റ് എടുത്ത സംഘികൾ എല്ലാം എന്തായാലും പടം കാണും. മനസ്സിലായോ? കഥ അറിയാണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു ആഹ്വാനമൊക്കെ വരുന്നത്. സംഘികളെല്ലാം പടം കാണും. സിനിമയിൽ ഗുജറാത്ത് കലാപം കാണിക്കുന്നു, അതുകൊണ്ട് സംഘികൾ ഈ സിനിമയെ എതിർക്കുന്നു എന്ന മാർക്കറ്റിംഗ് തന്ത്രം ഇന്നലെ മുതൽ സൃഷ്ടിക്കുന്നു. ഇത് പൃഥ്വിരാജിൻ്റെ ബുദ്ധി എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അഖിൽമാരാർ പറയുന്നത്. സംഘികൾ സിനിമയ്ക്ക് എതിരാകുന്നു, സിനിമയിൽ ഇല്ലാത്ത ഭാഗം പുറത്തുവിട്ട് ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല എന്ന ഡയലോഗ് വെച്ച് ജനഗണമന വിജയിപ്പിച്ചതും ഇതേ സംഘവിരുദ്ധ മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു. സത്യമാണ്. ജനഗണമന സിനിമ കണ്ട ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ രണ്ടാം ആഴ്ച മുതൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും തെലങ്കാനയിലെയും മതേതരവാദികളുടെയും BJP വിരുദ്ധരുടെയും വക ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കും. ഇതിൽ എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. കാര്യം കേരളത്തിൽ ഓക്കെയാണ്, ബാക്കി തമിഴ്നാട്, ആന്ധ്ര അവിടെയുള്ള മതേതരവാദികൾ ഇതിനെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുമെന്നുള്ളത് എനിക്ക് സംശയമുള്ളൂ. അതെൻ്റെ ചിന്തയിൽ ഇല്ലാത്തൊരു കേസാണ്. മറ്റേ കേസ് എനിക്കറിയാവുന്ന കേസാണ്, ഞാൻ ചിന്തിച്ച കാര്യമാണ്. കാര്യം എല്ലാ ആൾക്കാർക്കും അറിയാം. കാര്യം ഇന്നത്തെ കാലത്ത് ഒരു മുട്ടുസൂചി വീണാൽ പോലും അത് സെർച്ച് ചെയ്ത് കിട്ടുന്ന കാലഘട്ടമാണ്. ഞാനൊക്കെ ആദ്യമേ വിചാരിച്ചിരുന്നത് ഈ ഇവിടെ മലബാർ ലഹള എന്ന് പറഞ്ഞ സമരത്തിനെ പറ്റിയൊക്കെ വേറെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെയാണ്, വേറെ പല കാര്യങ്ങളാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴും അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ കിട്ടി. എന്താണ് ആ സംഭവം നടന്നത്, എന്തുകൊണ്ടാണ് അതങ്ങനെ നടന്നത്, അത് ഒരു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരമാണെന്നുള്ളതൊക്കെ നമ്മൾ കുറേ ചരിത്രങ്ങൾ പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഇന്നത്തെ കാലത്ത് എല്ലാവരും പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ പല മൂടിവെച്ച കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. പിന്നെ അന്നത്തെ സാഹചര്യം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അന്ന് എന്തൊക്കെ ചെയ്തിട്ടാണ്, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് അതിൻ്റെയൊക്കെ അങ്ങനെ വന്നതെന്നും അറിയില്ല. പക്ഷേ ഈ സംഭവത്തിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇതെല്ലാത്തിലും വ്യക്തമായ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഒരാൾക്കാരുടെ കോഡ്സും ഇതിനോടൊപ്പം വരുന്നുണ്ട്. അപ്പോൾ എത്രയൊക്കെ മറച്ചു വെച്ചെന്ന് പറഞ്ഞാലും ഇതെല്ലാ ആൾക്കാർക്കും അറിയാം. അതുകൊണ്ടാണ് വാരിയും കുന്തൻ എന്ന് പറയുന്ന സിനിമ പൃഥ്വിരാജ് കമ്മിറ്റി ആയിട്ട് ഒഴിവാക്കേണ്ടി വന്നതുകൊണ്ടാണ്. അത് ശരിക്കും എന്താണ് അതിൻ്റെ നടന്നെന്നുള്ളത്
ഇന്ന് ജനങ്ങൾക്ക് മൊത്തം അറിയാം. ഓക്കെ. അപ്പോൾ അത് തന്നെയാണ് മാരാരിവിടെ പറയണത്. ചുരുക്കത്തിൽ മോഹൻലാലിനെ ഉപയോഗിച്ച് ആദ്യ ആഴ്ചയിൽ സംഘികളെ പറ്റിച്ചും രണ്ടാം ആഴ്ച മുതൽ സംഘവിരുദ്ധരെ പറ്റിച്ചും മുടക്കിയ പണവും ലാഭവും കൊയ്യാൻ പൃഥ്വിരാജിനറിയാം. അത് സത്യസന്ധമായ ഒരു കാര്യമാണ്. പൃഥ്വിരാജ് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്. കാര്യം ഇതിനകത്തെ ഈ ഈ ഈ ഈ പറഞ്ഞ ഈ ഗോത്ര കലാപത്തിന് ശേഷമാണ് അവിടെയുള്ള ഗുജറാത്ത് കലാപം വരുന്നത് ശരിക്കുള്ളത്. അപ്പോൾ അത് സ്റ്റോറി ഇവർ മറച്ചു വെച്ചിട്ട് ഈ ഒരു സ്റ്റോറി ഗുജറാത്ത് കലാപം കാണിച്ച് അതിനോട് തന്നെയാണ് ഈ ക്ലൈമാക്സ് പോകുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇവർക്ക് മറ്റതറിയാത്തതുകൊണ്ടല്ല, ബാക്കി ആ സ്റ്റോറി, ആദ്യത്തെ ഒരു സ്റ്റോറി, ഇതിനോട് ഇതിൻ്റെ സംഭവ കാരണമായിട്ടുള്ള സ്റ്റോറി ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഇതിനെ എതിർക്കാൻ നിൽക്കുന്ന ഇതിൻ്റെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വിട്ടുകൊടുക്കുമായിരുന്നു. അതാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അത് റിസൾട്ട് കാണുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത്. കാര്യം ഈ സിനിമ എല്ലാ ആൾക്കാരും ഇപ്പോൾ ലാലേട്ടൻ ഫാൻസ് എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. ലോകം എങ്ങനെയുള്ള ലാലേട്ടൻ ഫാൻസും സിനിമ ആസ്വാദകരും ഇതെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. ചില പ്രത്യേക ഫാൻസ് ഉണ്ട്, അവർ ഈ സിനിമ കാണണമെന്നില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം വന്നുകൊണ്ട് എന്തായാലും അവർ കാണും. ഇപ്പം ഞാൻ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടു. ഓക്കെ, പല ആൾക്കാരും ഇത് ഇനി കണ്ടേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ കാണുന്നത്. ശരിക്കും അവരെല്ലാവരും കൂടി ഇതിനകത്ത് ഇറങ്ങിയെങ്കിൽ മാത്രമേ ഇത്രയും പൈസ അവർക്ക് തിരിച്ചിട്ടുള്ളൂ. അത് നല്ലൊരു ബുദ്ധി തന്നെയാണ്. അത് ഇല്ലയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് പുള്ളിയുടെ ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഈ സിനിമ സംഘവിരുദ്ധ രാഷ്ട്രീയമാണോ മുന്നോട്ട് വെക്കുന്നത്, അതോ BJP കൂടുതൽ വോട്ടുകൾ എത്തിക്കാനുള്ള രാഷ്ട്രീയമാണോ? നരഭോജി നരാധമൻ വിളികൾ ശേഷം തുടർച്ചയായി 3 തവണ മുഖ്യമന്ത്രി, 3 തവണ പ്രധാനമന്ത്രിയായ മോദിജിക്കും BJPക്കും എപ്പോഴൊക്കെ കലാപം ജനങ്ങളെ ഓർമ്മിപ്പിച്ചോ അപ്പോഴൊക്കെ നേട്ടം മാത്രം. അവരുടെയൊക്കെ വിജയത്തിന് ഏറ്റവും കാരണമായത് ഈ വർഗീയവാദികൾ എന്ന എതിരാളികളുടെ വിളികളാണ്. ഞാൻ ഇത്രയും പോയില്ല, ചിന്തകളിലേക്ക് പോയില്ല. പക്ഷേ ഞാൻ ചിന്തിച്ച ഒരു പോയിന്റ് ഉണ്ട്. ഇപ്പം ഈ ഒരു ചർച്ചകൾ വരുമ്പോൾ ഇപ്പം ഞാനെന്നല്ല, ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ നമ്മളാരും ഇവിടെയുള്ള ഒട്ടുമിക്ക ആൾക്കാരും പല ഹിസ്റ്ററിയുടെയും പുറകെ പോയി ചകഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരല്ല. കാര്യം അതൊന്നും കൊണ്ട് നമുക്കൊരു മെച്ചം ഉണ്ടായിട്ടില്ല. അതൊന്നുമല്ല നമ്മുടെ ജീവിതം ഇവിടം വരെ എത്തിച്ചത്. ഓക്കെ. അപ്പോൾ നമ്മളായിട്ട് എനിക്ക് ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ ആയിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇതിനെപ്പറ്റി ചിന്തിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ BJP ഇവിടെ കാണിക്കുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ചാനലിലൂടെ ഒന്ന് പറയണമെന്ന് ആഗ്രഹിച്ചതല്ല, സ്പ്ലിറ്റായിട്ട് നിൽക്കുന്ന ഹിന്ദു സമൂഹത്തെ ഒന്നിപ്പിക്കണം. അതിന് അവർക്ക് വേണ്ട കാര്യങ്ങളിലൊന്നാണ് ലഹളകൾ. ഓക്കെ. ഇപ്പം ഈ ഗോത്ര സംഭവം അല്ലെങ്കിൽ ഗുജറാത്ത് സംഭവം, ഈ സംഭവത്തിലൂടെ അവർക്ക് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഉള്ള കാര്യമാണ്. ഹിന്ദുക്കൾ ഒന്നിക്കരുതെന്ന് ആഗ്രഹിക്കുന്നത് തീവ്ര സുഡാപ്പികളും തീവ്ര ക്രിസ്സംഖികളല്ല, ഈ പ്രൊട്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികളുടെ ഗ്രൂപ്പുണ്ട്. കാര്യം ഈ 2 ഗ്രൂപ്പുകളുമാണ് ശരിക്കും ഇവിടെ ഹിന്ദുക്കളെ മൊത്തം മതം മാറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മെയിൻ ടീമുകളെന്ന് പറയുന്നത്. ഒന്ന് പ്രൊട്ടസ്റ്റൻ്റുകാരാണ്, പിന്നെ തീവ്ര സുഡാപ്പികൾ അല്ലെങ്കിൽ ഈ PFI പോലത്തെ സംഘടനകളുടെ ആൾക്കാരാണ് കൂടുതലും ഇതിനകത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഇവർക്കൊരിക്കലും ഹിന്ദുക്കൾ ഒന്നിക്കരുതെന്നുള്ള താല്പര്യമുള്ള ആൾക്കാരാണ്. കാര്യം ഒന്നിച്ചു കഴിഞ്ഞാലുള്ള വിഷയം ഇവർ പല കാര്യങ്ങളും അറിയും, ഒത്തൊരുമ വരും. അപ്പോൾ ഈ ഒത്തൊരുമ ഇല്ലാത്ത ആൾക്കാർ, അതായത് ഇപ്പോൾ നമ്മൾ ഈ ആനിമൽ പ്ലാനറ്റ് ചാനലൊക്കെ കാണുമ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന മാൻ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അതേപോലത്തെ ഇവരുടെയൊക്കെ ഇരകളെ പിടിക്കാൻ സുഖമാണ്. മുയലുകളെ അല്ലെങ്കിൽ പോത്തുകളെ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരെ പിടിക്കാൻ വളരെ സുഖമാണ്. അപ്പോൾ അങ്ങനെ കണ്ണു നട്ടിരിക്കുന്നതാണ് ഈ പറഞ്ഞ 2 കൂട്ടരും മതം മാറ്റി ചേർക്കാനായിട്ട്. അപ്പോൾ അവർക്ക് BJP അല്ലെങ്കിൽ RS പോലുള്ള സംഘടന ഒരു ഒത്തൊരുമ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, മതപഠനങ്ങൾ കാര്യങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒത്തൊരുമ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അവർ പല കാര്യങ്ങളും അറിയും. ഓക്കെ. അപ്പോൾ അതിനെ എതിർക്കലാണ് ഇവരുടെ മെയിൻ പരിപാടി. ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ, അത് വോട്ടാക്കി മാറ്റാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. BJP ഇപ്പോഴും ലക്ഷ്യമിടുന്നത് ഇനിയും അതാണ് അഖിൽമാരാർ ഇതിനകത്ത് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. കാര്യം എല്ലാ കലാപങ്ങളും ചർച്ച ചെയ്യപ്പെടുമ്പോൾ കൂടുതൽ ആൾക്കാർ BJPയിലേക്ക് പോരുവാണ്. അത് ഉള്ള കാര്യമാണ്. ഇപ്പോൾ എന്നെപ്പോലെ ആൾക്കാർ ഇവിടെയുള്ള പല ചരിത്രങ്ങളും അറിഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ചർച്ചകൾ വരുന്നു. നമ്മളപ്പോൾ എൻ്റെ സ്റ്റോറിയിലേക്ക് പോകുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് BJP പറഞ്ഞ കുറേ കാര്യങ്ങൾ സത്യമാണെന്നുള്ളത്. അപ്പോൾ അവരുടെ ഉദ്ദേശങ്ങൾ കറക്റ്റായിട്ട് അവർക്ക് വേണ്ടി വഴിമാറി കൊടുക്കുന്നുണ്ട്. പല കാര്യങ്ങളിലൂടെ അവർ നേടിയെടുക്കുന്നുണ്ട്. ഇതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അതായത് ഗുജറാത്ത് കലാപം ആരംഭിച്ചത് അയോധ്യ സന്ദർശനത്തിന് ശേഷം മടങ്ങിയ കർസേവകരെ ട്രെയിനിൽ തീവെച്ച് കൊന്ന ശേഷം ആണെന്ന് ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം. ഇത് അഖിൽമാരാരുടെ കുറിപ്പാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇത് അറിഞ്ഞത് പണ്ട് കാലം മുതൽ അറിഞ്ഞൊന്നുമല്ല. പണ്ട് കാലം തുടങ്ങി എനിക്ക് തോന്നുന്നു BJP അനുഭാവികൾക്ക് പോലും ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ലായിരുന്നു കേരളത്തിലുള്ള. ഈ അടുത്ത കാലത്തൊക്കെയാണ് ബാക്കിയുള്ള ജനങ്ങൾ അറിഞ്ഞ പോലെ തന്നെയാണ് പല BJPക്കാർ ഇത് അറിഞ്ഞിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയതാണ്. ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷം സിഖുകാരെ കൂട്ടക്കൊല ചെയ്തത് എല്ലാവർക്കും അറിയാം. ആ സംഭവങ്ങൾ ഞാനൊക്കെ അടുത്ത കാലത്ത് അറിയണത്. ഓക്കെ. എന്നാൽ ഇന്ദിരാഗാന്ധി വധം കാണിക്കാതെ സിഖുകാരെ കൊന്നൊടുക്കുന്ന കോൺഗ്രസ്സുകാർ എന്ന്
ഒരു സിനിമയിൽ കാണിച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾ പറയും അത് മര്യാദ അല്ലല്ലോ. അതേ സംഭവം തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാര്യം ഇവിടെ ഗോത്ര കലാപം കാണിക്കാനുള്ളത്, ഗുജറാത്ത് കലാപമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചരിത്രത്തിലേക്ക് ആൾക്കാർ പോകും. എന്തുകൊണ്ട് ഗുജറാത്ത് കലാപമാണ് ആദ്യം വന്നിരിക്കുന്നത്? അല്ലല്ലോ. ഇന്നലെ കുറേ ആൾക്കാരുടെ, കുറേ അനുകൂലികളുടെ, സംഘികളുടെ പേജ് ഞാൻ കണ്ടു ഫേസ്ബുക്കിൽ. ഗോത്ര വെറുതെ ഉണ്ടായതല്ല എന്ന് പറഞ്ഞിട്ട് അവർ ബുക്ക് ചെയ്തിരിക്കണ എമ്പുരാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതായിട്ട് ഇങ്ങനെ കാണിച്ചിരിക്കുവാണ്. ഓക്കെ, ക്യാൻസൽഡ് എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇന്ദിരാഗാന്ധി മര്യാദ അല്ലല്ലോ. അപ്പോൾ അവരിതിൻ്റെ സത്യത്തിലേക്ക് അന്വേഷണം പോകും. ആ അന്വേഷിച്ച് ചെന്നെത്തുമ്പോൾ ഗുണം കിട്ടുന്നത് ബി ജെ പിക്കാണ്. മര്യാദ അല്ലല്ലോ, ഇവർ പറഞ്ഞത് ഇത് കള്ളമാണല്ലോ എന്ന് സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ തെറ്റുകൾ ആൾക്കാർ ന്യായീകരിക്കും. അവിടെയാണ് എമ്പുരാനിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപവും കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുക. സ്വാഭാവികമായും അവർ ട്രെയിനിൽ തീവച്ച കാര്യം ചർച്ച ചെയ്യും. നിഷ്പക്ഷ ഹിന്ദുക്കൾ ഇന്നലകളിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയത് ഈ ഒരു ഭാഗം ചേർന്നുകൊണ്ടുള്ള പ്രചാരണം കൊണ്ടാണ്. കൃത്യമായിട്ടുള്ള കാര്യമാണ് അഖിൽമാരെ പറഞ്ഞത്. ഞാൻ ഇത്രയും ചിന്തകളിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഞാൻ ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെ എല്ലാവരെയും കൊണ്ട് ടിക്കറ്റ് എടുപ്പിക്കാം എന്നുള്ള പൃഥ്വിരാജിൻ്റെ തന്ത്രം, ഈ ഒരു സംഭവം കാണിക്കാണ്ട് ഈ ചർച്ച മുന്നിലേക്ക് വരിക, ഫ്രണ്ട് ലൈനിലേക്ക് ഈ ചർച്ച വരിക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അഖിൽമാരെ അതിന് ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എമ്പുരാൻ നിലവിൽ സംഘവിരുദ്ധമാണ് എന്ന് തോന്നുന്നെങ്കിൽ ആത്യന്തികമായി ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന ഒരു സിനിമ ആയി ഭവിക്കും. അത് ഉള്ള കാര്യമാട്ടോ. ഇത്രയും എഴുതിയ സ്ഥിതിക്ക് ഞാനും സംഖ്യയാവും. എനിക്ക് എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്ന സത്യം എഴുതാനേ അറിയൂ. ജയിക്കാനുള്ള ഫോർമുല പഠിക്കുന്നതിന് മുൻപ് എതിരാളി എങ്ങനെ ജയിക്കുന്നു എന്ന് പഠിക്കണം. നമ്മളായിട്ട് എതിരാളികളെ ജയിപ്പിക്കരുത്. ഞാൻ എഴുതിയത് തലച്ചോറ് ഉപയോഗിച്ച് വായിച്ച് മനസ്സിലാക്കുക. ഇത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഈ വീഡിയോ കുറച്ച് ലെങ്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതിൽ കുറേയൊക്കെ ഞാൻ ചിന്തിച്ച കാര്യങ്ങളുണ്ടായിരുന്നു. അത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പുള്ളിയുടെ കോട്ട്സും കൂടി എടുത്തിരിക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞതിൽ കുറേ സത്യമുണ്ട്. കാര്യം ആൾക്കാരുടെ മനസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരേ മനസ്സുള്ള ആൾക്കാർ ആയിരുന്നെങ്കിൽ എപ്പോഴേ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നു പോനെ. ഇപ്പോൾ ഓരോ മതരാജ്യങ്ങളിൽ പോലും തീവ്രമായിട്ടുള്ള അതേ മതത്തിലുള്ള ആൾക്കാർ പറഞ്ഞിട്ട് പോലും അവിടെയുള്ള ആൾക്കാർ ചെയ്യുന്നില്ല, അവർ പറയണത് പോലും. കാര്യം ആൾക്കാർ ഡിഫറെൻറ്റ് തിങ്കിങ് ആണ്, ഡിഫറെൻറ്റ് എന്താ പറഞ്ഞ സ്പീഷീസാണ്, ഡിഫറെൻറ്റ് ജനുസാണ് എല്ലാ ആൾക്കാരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ ഒരു മിക്സഡായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരേ ടൈപ്പ് ആൾക്കാർ മൊത്തം രാജ്യങ്ങൾ ഭരിക്കാത്തതും ഒരേ ആൾക്കാരെ അധികകാലം പിടിച്ച് ഒരു ഇതിൽ നിൽക്കാത്തതിൻ്റെയും കാരണങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ഇനി അടുത്ത ബിനീഷ് കോടിയേരി പറഞ്ഞൊരു കാര്യമുണ്ട്. അതും കൂടി അതാണ് ശരിക്കും ഇത്ര ആൾക്കാർ ഇതിങ്ങനെയാണല്ലോ എന്ന് ചർച്ച ചെയ്യാനുള്ള കാരണം. അത് നമുക്ക് നോക്കാം. രസകരമാണ്. ഇന്നത്തെ ഇന്ത്യയിൽ ബിനീഷ് കോടിയേരി പറഞ്ഞതാണ്. നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രിയും CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് മരിക്കുകയും കൂടി ചെയ്ത സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ. ഇഷ്ടമുള്ള സഖാവാണ്. ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ബിഗ് ബജറ്റ് പടം സംഘപരിവാർ ഗുജറാത്തിൽ കലാപം നടത്തി രാജ്യം ഭരിക്കുകയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, അതിൽ ആഭ്യന്തരമന്ത്രിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ ധൈര്യം പോരാ. സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ. എന്നിട്ട് അതാണ് സംഭവം. അതും കൂടി കേട്ടപ്പോഴാണ് മൊത്തം ആൾക്കാർ ഇത് കാണാനിറങ്ങിയത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ ശശികല എന്ന് പറഞ്ഞ ടീച്ചർ, അതേപോലെ ഇപ്പോൾ ഈ പുതിയതായിട്ട് സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ, പുള്ളി ഇതിനകത്ത് മോഹൻലാൽ സുഹൃത്താണ്. ഇതിനെപ്പറ്റി പുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ചിന്ത കൊടുക്കുന്ന ആളൊന്നുമല്ല. സിനിമയുടെ വഴിക്ക് പോട്ടെ, നമ്മൾ ചെയ്യേണ്ട രാഷ്ട്രീയം അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, നല്ല കാര്യങ്ങൾ അങ്ങനെ ഒരു തോട്ടാണ് പുള്ളിക്കുള്ളത്. ഞാൻ പുള്ളിയൊരു ഒരു ഇൻ്റർവ്യൂ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. പേഴ്സണലി രാജീവ് ചന്ദ്രശേഖരൊക്കെ ജയിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. കാരണം നമ്മുടെ നാട് വളരണം. കുറേ രാഷ്ട്രീയവും മതവും തിന്ന് ആൾക്കാരെ പറ്റിച്ച് കുറേ ആൾക്കാരോട് നടക്കുന്നുണ്ട്. അതിനൊന്നും കാര്യമില്ല. അല്ലെങ്കിൽ ആൾക്കാർക്ക് എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ ജോലി അവസരങ്ങൾ കൊടുക്കുക, അവരെ ചിന്തിപ്പിക്കുക, ഒക്കെ അവരുടെ ജീവിതം സെറ്റിലാക്കുക. അത് മതവും കാര്യങ്ങളൊന്നുമല്ല, ഒരു നാടിൻ്റെ വളർച്ചയാണ് ഞാനൊക്കെ ചിന്തിക്കുന്നതാണ്. ഞാൻ കുറച്ചും കൂടി ഇങ്ങനെയുള്ള പ്രോഗ്രസീവായിട്ടുള്ള ചിന്തകളിൽ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് മതവും രാഷ്ട്രീയവും വ്യക്തികളൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളേ ഇല്ല. അപ്പോൾ ഇതിങ്ങനെയൊക്കെയാണ് പല ഹിന്ദു ഐക്യവേദിയുടെയും പല BJP-ക്കാരുടെയും ചിന്തകളെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കോടിയേരി ബാലകൃഷ്ണൻ മകൻ ബിനീഷ് കോടിയേരി പറഞ്ഞത്. ബിനീഷ് കോടിയേരിയുടെ ചരിത്രം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി ഞാൻ എൻ്റെ ഒരു കാര്യങ്ങൾ പറയാം. ഈ സിനിമയിൽ ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഈ സിനിമയിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നല്ല രീതിയിൽ എടുത്ത് കുടഞ്ഞിട്ടുണ്ട്. കാര്യം മുരളി ഗോപി ഒരു പൊട്ടനല്ലാന്ന് എനിക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട്. ഞാൻ ആദ്യം ചിന്തിച്ചു, ഈ സിനിമ ഇങ്ങനെയാണല്ലോ തുടങ്ങിയത്. പിന്നെ ഞാനത് കഴിഞ്ഞ് ചിന്തിച്ചു, പിന്നെ എന്താണ് അത് കാണിക്കാത്തത് എന്താണെന്ന് ഞാൻ ആദ്യം ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആലോചിച്ചു, എന്തെങ്കിലും കാരണം ഉണ്ടാവും ആ സീൻ കാണിക്കാത്തത്. പിന്നീട് ആ സീൻ വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ ഗോത്രയിലുള്ള പ്രശ്നങ്ങൾ, ഗോത്ര കലാപം പിന്നീട് എന്തെങ്കിലുമായിട്ട് കാണിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് കാണിച്ചില്ല. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഈക്വലൈസ് ചെയ്യാനാണെന്നറിയില്ല കുറേ കാര്യങ്ങൾ. ഇപ്പോൾ മോഹൻലാലിനെ വെച്ചിട്ടാണ് കോൺഗ്രസിൻ്റെ അധപ്പതനം, കോൺഗ്രസ് എന്ത് തെമ്മാടിത്തരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അത് ടോവിനോയുടെ ക്യാരക്ടർ നമുക്ക് രാഹുൽ ഗാന്ധിയായിട്ട് കൂട്ടാമെങ്കിലും പുള്ളിക്ക് നേരെയാണ് പറയുന്നത്.
ഈ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് ആ പാർട്ടിയെ നശിപ്പിക്കുന്ന പരിപാടികളും വ്യക്തമായിട്ട് തുറന്നു പറയുന്നുണ്ട് അതിനകത്ത്. അതേപോലെ തന്നെ CPM-ൻ്റെ കാര്യം അത് ഭയങ്കര ഒരു കോമഡി സീനായിപ്പോയി. ഈ മറ്റേ പുള്ളി നടൻ്റെ പേര് ഞാൻ മറന്നുപോയി, സായികുമാറായിട്ടുള്ള സീനിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ അമേരിക്കക്കെതിരെ എന്ത് പ്രമേയം പാസ്സാക്കുമെന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഡയലോഗ് വരുമ്പോൾ ഇന്ത്യയുടെ ഒരു അറ്റത്ത് ഇങ്ങനെ വാലിൽ തൂങ്ങിക്കിടക്കണ ഒരു സംസ്ഥാനം, അവിടെ കുറച്ച് പാർട്ടികളും കുറച്ച് അണികളും അതും ഇതും പറഞ്ഞ് കുറച്ച് ജാഥകളും എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ നല്ല ഊക്കാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് കൊടുക്കുന്നുണ്ട്. പിന്നെ BJP-യുടെ കേസ് പറയുമ്പോൾ അത് കുറേയൊക്കെ ഉള്ളതായിട്ടോ, നമ്മളിതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഏത് ആൾക്കാർ ഭരിച്ചെന്ന് പറഞ്ഞാലും അവരുടെ കയ്യിലാണ് ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റംസ് കൂടുതലും. കോടതി പോലും അവർക്ക് അനുയോജ്യമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ ED-നെ ഉപയോഗിച്ച് ഇൻകം ടാക്സ് റെഡി ചെയ്യുന്നത് പല കാര്യങ്ങളും നടത്തുന്നത് നമുക്കറിയാം. ഇപ്പോൾ ഒരാൾ അവരുടെ കൂടെ ചേരുവാണെന്നുണ്ടെങ്കിൽ ED-യുടെ അന്വേഷണം അവർക്ക് ഒഴിവാക്കി കൊടുക്കും. ഇപ്പോൾ ED-നെ വെച്ച് നമ്മൾ അന്വേഷിക്കുന്നതല്ല നമുക്ക് ആർക്കും വിഷയം. ED-നെ വെച്ച് അന്വേഷിക്കുന്നത് ജനങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിക്കുക, ഗവൺമെൻറ് ടാക്സ് അടയ്ക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ സ്വത്തുക്കൾ സ്ഥലം കയ്യേറുക, ഇതൊക്കെ പിടിച്ച് പുറത്താക്കേണ്ടതാണ്. വേണേൽ അവനെ തൂക്കിക്കൊന്ന് വെടിവെച്ച് കൊന്നത് നമുക്കൊന്നും ഒരു വിഷയമില്ല. പക്ഷേ അവൻ ഇവരുടെ കൂടെ കയറുമ്പോൾ, ഇപ്പോൾ BJP-യാണ് ഭരിക്കുന്നത്, BJP-യുടെ കൂടെ കയറുമ്പോൾ, BJP-യുടെ പാർട്ടിയിലേക്ക് ആകുമ്പോൾ അവന് എതിരെയുള്ള ഈ ED അന്വേഷണം നിർത്തുക, ഈ പരിപാടിയെല്ലാം നിർത്തുമ്പോൾ അതാണ് നിങ്ങളുടെ ഉടായ്പ. അതിൽ നമ്മൾ എല്ലാവരും എതിരാണ്. ഓക്കെ, എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഏറ്റവും എതിർപ്പ് വരുന്നത്. നമ്മളെപ്പോഴും ആദ്യന്തമായിട്ട് ചിന്തിക്കുന്നത് ജനങ്ങളുടെ സ്വത്ത്, ജനങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട സ്വത്ത് കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് കിട്ടണം. ഓക്കെ, നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അത് നിങ്ങളുടെ പാർട്ടിയിലേക്ക് കയറി ആളുടെ സ്ട്രെങ്ത് കൂട്ടുമ്പോൾ, നിങ്ങൾക്ക് അധികാരം കൂടുതൽ പവർഫുൾ ആകുമ്പോൾ അവരെ ഒഴിവാക്കി നിർത്തണം, അവരെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരെ പിടിക്കാൻ പോവുക. ഇത് ഈ പറഞ്ഞ എല്ലാ പാർട്ടിക്കാരും ഈ തെമ്മാട്ടിത്തരം ചെയ്യുന്നുണ്ട്. സ്വത്തുക്കൾ അടിച്ച് മാറ്റുന്നുണ്ട്, സ്ഥലം കയ്യേറുന്നുണ്ട്, അതേപോലെ ടാക്സ് വെട്ടിക്കുന്നുണ്ട്, ഇതെല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. അത് കോൺഗ്രസ്സുകാർ മാത്രമല്ല ചെയ്യണത്, CPM-കാർ മാത്രമല്ല, അല്ലെങ്കിൽ നമ്മുടെ ആം ആദ്മി പാർട്ടി മാത്രമല്ല ചെയ്യണത്, BJP-കാർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അധികാരമുള്ളതുകൊണ്ട് ഈ ED-നെ വിട്ട് മറ്റുള്ളവർക്കിട്ട് താങ്ങുക, ഇതാണ് ശരിക്കും ചെയ്യണത്. അപ്പോൾ അതൊരു ഫാസിസ്റ്റ് പരിപാടി തന്നെയാണ്. അതിനെ എതിർക്കേണ്ട കാര്യം തന്നെയാണ്. അത് ഇതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ ആരും നൊമ്പരപ്പെട്ടിട്ടും കാര്യമൊന്നുമില്ല. നമ്മൾ രാജ്യം നിന്നാണെന്നുണ്ടെങ്കിൽ എതിർ വോയിസുകൾ അംഗീകരിക്കണം. ഓക്കെ, നമ്മളൊരു എതിർ വോയിസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വളരാൻ പറ്റുള്ളൂ. ഓക്കെ, ആര് ഭരിച്ചെന്ന് പറഞ്ഞാലും എതിർ വോയിസിനെ അംഗീകരിക്കുക, അല്ലെങ്കിൽ ഫാസിസ്റ്റായി പോവും. നമ്മളൊരു എന്താ പറയുക, ചീത്തയിലേക്ക് പോകാൻ വേറൊരു കാരണം വേണ്ട. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് അതിനകത്ത് കാണിച്ചത്. അത് ധൈര്യം നല്ലതാണ്. ED-നെയൊക്കെ ഉപയോഗിക്കുന്നത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതിനകത്ത് പിന്നെ വേറെ എബ്രഹാം ഖുറേഷിയുടെ ലോകം എന്ന് പറയുന്നത് ഇലുമിനാറ്റി എന്ന് പറഞ്ഞ സംഭവം. ഇലുമിനാറ്റി ലൂസിഫറിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇവിടെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇവർ. അപ്പോൾ ഇലുമിനാറ്റിയിലേക്ക് വരുമ്പോൾ ശരിക്കുള്ള ഇലുമിനാറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു 13 റിച്ച് ഫാമിലീസിൻ്റെ ഗ്രൂപ്പായിട്ടാണ് കാണുന്നത്. അവരുടെ മെയിൻ ഏണിങ്സ് എന്ന് പറയുന്നത് ലഹരി കച്ചവടമാണ്. മെയിൻ ഏണിങ്സിൽ ഒരെണ്ണം ലഹരി കച്ചവടമാണ്. പക്ഷേ ഇതിനകത്ത് എമ്പുരാനിൽ അല്ലെങ്കിൽ ലൂസിഫറിൽ സ്റ്റീഫൻ അല്ലെങ്കിൽ ഖുറേഷിൻ്റെ അവരുടെ ഒരു ഭാഗമാണ് എന്ന് പറയുമ്പോൾ പോലും ഇവർ ഈ ലഹരി കച്ചവടത്തിനെതിരായിട്ടാണ് സ്റ്റീഫൻ പറയണത്. നാർക്കോട്ടിക്സ് ഡയറക്റ്റ് ബിസിനസ് അതിൽ ഞാൻ കൂട്ടുനിൽക്കുന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ സിനിമയ്ക്കകത്തും ആ ഒരു കാര്യത്തിനെ പുള്ളി വ്യക്തമായിട്ട് എതിർക്കുന്നുണ്ട്. ഇതിനകത്ത് ആ സിനിമയ്ക്കകത്ത് ഡയലോഗുണ്ട്, നെക്സസ് ഗ്രൂപ്പും ജിഹാദി ഗ്രൂപ്പും KA-ക്കെതിരാണ്. KA എന്ന് പറഞ്ഞാൽ എബ്രഹാം ഖുറേഷിക്ക് എതിരാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് കേൾക്കാണ്ടാണ് ഈ ആൾക്കാർ പലരും പറയുന്നത്. അപ്പോൾ മുരളി ഗോപി എഴുതിയിരിക്കുന്നത് വെറുതെ ഒരു ചുമ്മാ ഒരു കണ്ണടച്ചിലുള്ള വെടിവെക്കലല്ല നടത്തിയിരിക്കുന്നത്. പുള്ളി വ്യക്തമായിട്ട് എവിടെയൊക്കെ കൊടുക്കാവുന്ന എല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇന്ത്യയിലുള്ള ജനങ്ങളെ ഇന്ത്യക്കെതിരായിട്ട് തിരിക്കുന്ന കുറേ തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്. അവർ ട്രെയിനിങ് കൊടുക്കുന്ന കാശ്മീരാണ്. അത് സീൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളായിട്ട് സയ്യിദ് മസൂദിനെ കാണിക്കുന്നുണ്ട്, പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറെ കാണിക്കുന്നുണ്ട്. അവൻ ഇന്ത്യക്കെതിരെ വരാൻ നിൽക്കുന്ന സമയത്താണ് മോഹൻലാൽ ഒരു പട്ടാള യൂണിഫോമിലൊക്കെ ചെന്ന് ഇങ്ങനെ അവർക്കെതിരെ വർക്ക് ചെയ്യുന്ന കാശ്മീരിലും ഈ എബ്രഹാം ഖുറേഷിൻ്റെ ഗ്യാങ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ ഉണ്ടെന്ന് കാണിക്കാനുള്ള സീനും കൂടിയാണ്. അവിടെ നിന്നാണ് പുള്ളിനെ റിലീസ് ചെയ്ത് കൊണ്ടുപോയിട്ട് പുള്ളിയുടെ കൂട്ടണത്. അപ്പോൾ അതിനെല്ലാം എതിരായിട്ട് പുള്ളി വ്യക്തമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ മതങ്ങൾക്കിട്ട് നല്ല താങ്ങ് തന്നെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കും കൊടുക്കുന്നുണ്ട്, തീവ്ര ഹിന്ദുക്കൾക്കും ഈ സിനിമയ്ക്കകത്ത് നല്ല കൊട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാണ്ട് എല്ലാത്തിനെയും നമ്മൾക്കെതിരെയാണ് ചിന്തിക്കുന്ന കുറേ അജണ്ടകൾ. അത് നിങ്ങൾക്ക് തന്നെയാണ് ഈ പടം കൊണ്ട് പണിയിട്ടിരിക്കുന്നത്. എനിക്കതേ പറയാനുള്ളൂ. അപ്പോൾ എബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന സംഭവം ആ ഒരാൾ വെറും ഒരു ഇലുമിനാറ്റി ഗ്രൂപ്പിൻ്റെ ഭാഗമല്ല, പുള്ളി ഇതിനെതിരെ നിൽക്കുന്ന ഇലുമിനാറ്റിയുടെ ശരിക്കുള്ള ഇലുമിനാറ്റിക്ക് എതിരെ നിൽക്കുന്ന വേറൊരു ഇലുമിനാറ്റി. ഓക്കെ, ഇവിടെ നല്ലത് നടക്കണം, അത് മൊറാലിറ്റി ആകണം, എല്ലാ ഗവൺമെൻറ്റുകളും ഈ രീതിക്ക് പോകണം, കുറച്ചും കൂടി നന്മയുടെ വശങ്ങൾ മുന്നിലേക്ക് വെക്കുന്ന ഒരു ഇലുമിനാറ്റി ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ ഗ്യാങ് ആയിട്ട് തന്നെ പുള്ളിയെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ത്രൂ ഔട്ട് അത് കണ്ടു കഴിഞ്ഞാൽ കുറേയൊക്കെ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്കിതിലധികം പറയാനൊന്നുമില്ല, ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ സിനിമ പോയി കാണുക, കാണാത്തൊരു കാണുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഈ സിനിമ നിങ്ങൾക്കുള്ള സിനിമയാണ്, ഇത് കണ്ട് ആസ്വദിക്കാനുള്ള സിനിമയുണ്ട്.
കുറേ ആൾക്കാർ അതും പറഞ്ഞ പോലത്തെ ഒരു വേൾഡ് അല്ല ഈ സിനിമ. ഈ സിനിമയ്ക്കകത്ത് കുറേ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് വരുമ്പോഴുള്ള ഒരു പ്രോബ്ലം ഈ സിനിമയ്ക്കുണ്ട്. എല്ലാ ഏരിയയിലും നമുക്ക് സന്തോഷിപ്പിക്കാനുള്ള ഐറ്റംസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇത്രയും കാര്യങ്ങൾ സിനിമയ്ക്കകത്ത് വരുന്നതുകൊണ്ട് തന്നെ കുറേ ഏരിയകൾ നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്, അവരെ കൊണ്ട് പറ്റാവുന്നവർ ചെയ്തിട്ടുണ്ട്. ബാക്കി ചില ഏരിയകളൊക്കെ കൈവിട്ട് പോയിട്ടൊന്നുമില്ല. ഞാൻ പറയാം, സ്റ്റിൽ എൻഗേജ്ഡ് ആണ് ഈ സിനിമ, എൻഗേജിങ് ആണ്, അതൊരു സംശയമില്ല. അപ്പോൾ കൈവിട്ട് പോയിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 3 മണിക്കൂറുള്ള സിനിമ കയ്യിൽ നിന്ന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്, അവരുടെ സക്സസ് ആണ്, ആ വർക്ക് അവരുടെ സക്സസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറയാനുള്ളത്. പോയി കാണുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണുക. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതിനകത്ത് കമൻറ്റായിട്ട് ഇടുക. ഓക്കെ, ശരി, എന്നാൽ ബൈ.